800 ഇടയ്ക്ക് പഴക്കമുണ്ട് മനയ്ക്ക്. ഇവിടെയൊക്കെ വിദ്യാർത്ഥികളൊക്കെ ഈ മാവിന് ചരിത്രമുണ്ട്. സൂര്യ നമസ്കാരം ചെയ്യാനുള്ളതല്ല, കല്ലത്തേക്ക് താണ് നോക്കിയാലേ ജോയിന്റ് ഇല്ല അല്ലേ? പശ വെച്ച് ഒട്ടിച്ചിട്ടില്ല. ഒരു 500 വർഷത്തിലധികം ക്രൈസ്തവ ആചാരപ്രകാരമാണ് അത്. 650 വർഷം പഴക്കമുള്ള, അതായത് നൂറ്റാണ്ടുകളോളം ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ വന്ന് പഠിച്ചിരുന്ന ഒരു വേദിക് യൂണിവേഴ്സിറ്റിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവരുടെ പൂമോത്താണിത്. ഇതൊരു മനയാണ്, പ്രശസ്തമായ കൂടല്ലൂർ മന അല്ലെങ്കിൽ നാറേരി മന. ഇതിനെക്കുറിച്ച് വീഡിയോസൊക്കെ ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ്. എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ തരാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നമസ്കാരം, എൻട്രാഗൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ വെള്ളിയാഴ്ച വന്നിരുന്നു. അപ്പോൾ അന്ന് വെള്ളിയാഴ്ച ഇവിടെ ഇല്ല. അപ്പോൾ ബുധനും സൺഡേ മാത്രമേ ഇവിടെ വിസിറ്റേഴ്സിന് അലൗഡ് ആണോ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് വീഡിയോ, അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന മനയുടെ ഈ പൂമുഖത്ത് നിന്നാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മാനേജർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കമൻറ്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വരും, ലൈറ്റ് കമ്മിയാണ്. ആ 650 വർഷം പഴക്കം, 450 വർഷം പഴക്കം എന്നൊക്കെ കേൾക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു പെയിന്റിങ് കാണാനുണ്ട്. പിന്നെ കൂടല്ലൂർ വാസുദേവൻ നമ്പൂതിരിപ്പാട് 58 മരണം, 1916 ജനനം. കുറെ ഇവരുടെ കാർന്നോന്മാരുടെയൊക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഫോട്ടോസ് ഇല്ലാത്ത കാലത്തുള്ള ഒരു പെയിന്റിങ് ഉണ്ട്. ഇതിന്റെ തച്ചുശാസ്ത്രം നോക്കി നോക്കൂ. ഇതെന്താ, ഇതിന്റെ കൂട്ടൊക്കെ ഉറപ്പിച്ചിരിക്കുന്നതൊക്കെ പ്രഗത്ഭന്മാരായിരിക്കും. ഇവിടെ കുറെ കൊത്തുപണികളുണ്ട്, കണ്ട, കുറെ കൊത്തുപണി ചെയ്തിട്ടുണ്ട് ഇവിടെ. ഞാൻ ഇവിടെ ഒരു പ്രത്യേകത കണ്ടത് എന്തായാലും, ഇവിടെ കയറി വരുമ്പോൾ ഇത് കണ്ടല്ലേ, ഇതൊരു മണിയാണ്. ഇത് തിരിച്ചുവിടും തോന്നുന്നു. അപ്പൊ ശബ്ദം കേൾക്കും. ആള് വന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്താണെന്ന് അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. എന്താ, ഇതിനൊക്കെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പണ്ട് ഇപ്പോ മോഡേൺ ഇതിൽ ചെയ്യുമ്പോൾ ചെടിച്ചട്ടിയൊക്കെ തൂക്കിയിടുന്ന പോലെ ഇതിനൊരു കുളത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കണ്ടല്ലേ. ഇനിയുണ്ട്, ഇത് കുറേ പറയാനുണ്ട്. തത്വശാസ്ത്ര പ്രകാരം പറയുകയാണെങ്കിൽ ഇതുണ്ടോ, ഇതൊക്കെ ചെറിയ കൊത്തുപണി കൂടി ഇങ്ങനെ കൊണ്ടുപോയിരിക്കുകയാണ്, ഉണ്ടല്ലേ. ഓടാണ്, ഓട് പിന്നെ മേഞ്ഞതായിരിക്കും. ഓട് വെക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ലല്ലോ. എന്നാലും 450 വർഷം പഴക്കം തന്നെയായിരിക്കും. 650 ഒരു എന്നിട്ട് കണ്ടു. ഇതിന്റെ നിലം നോക്കി നോക്കും. ബിനസുണ്ട്, ഇതിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് ചോദിച്ചറിയാം. അല്ല, അവിടെ ഇങ്ങനെ ഒരു കണ്ടോ, പഴയ കളർ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങോട്ട് കയറാൻ പോകണ്ടോന്ന് അറിയില്ല, അതുകൊണ്ടാണ്. അതിന്റെ മുകളിലേക്ക് നോക്കി നോക്കുക, ചിത്രപ്പണി ചെയ്തിരിക്കുന്നുണ്ടോ, മനോഹരമായിട്ടുണ്ട്. ഇതിന്റെ ആ കൂട്ടാണ് ഭയങ്കരമായിട്ട്, ആ പഴയ കാലത്തെ തച്ചുശാസ്ത്രത്തിന്റെ കൂട്ടാണ്. അതിന്റെ ബലത്തിലാണ് അതിപ്പോഴും നിൽക്കുന്നത്. ഇതിന് പോകുമ്പോ ഇതാണ് നാരായണേട്ടൻ, ഇതിന്റെ മാനേജറാണ്.
എടുത്തോളം പറഞ്ഞു. അപ്പൊ അതെ ഇത് കുറച്ച് മോഡേൺ തോന്നുന്നു അല്ലേ? ഇതിപ്പോ അടുത്ത കാലത്ത് പണിയെടുപ്പിച്ചാണോ? കുറെ നാളായി. എനിക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യമാണ്, ഈ കൊത്തുപണി ഇതൊക്കെ. ഇന്നത്തെ കാലത്ത് ഇതൊന്നും കാണില്ലല്ലോ. ഇതിപ്പോ ടൈലൊക്കെ ഇട്ടിട്ട് ഇപ്പൊ അഡീഷണൽ ചാർത്തിയതാണോ? അതെ, ശരി. ഞാൻ ഇതിനുള്ളിൽ കൂടെ ഒന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ കുളമുണ്ട്. പിന്നെ എത്ര കുളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നാരായണേട്ടനോട് ചോദിച്ചു നോക്കാം. ഉണ്ടോ? നല്ല മനോഹരമായ കുളം. വെള്ളം ഉണ്ട്. ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് കേട്ടോ. കുളത്തിന്റെ നന്നായിട്ട് പടവ് കിട്ടി. നമുക്ക് പുറത്തുകൂടെ വേണമെങ്കിൽ നടക്കാം. ഇത് കുളമാണ്. കുളത്തിന്റെ നാലുപുറ കൂടെ വേണമെങ്കിൽ നടക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുളത്തിന്റെ നാലുപുറ കൂടെ നടന്ന് പറഞ്ഞുതരാം. ഇതൊരു വേദിക യൂണിവേഴ്സിറ്റിയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ അത്. ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാൻ ഇതിനുള്ളിൽ ചില ഭാഗങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ വിദ്യാർത്ഥികളൊക്കെ കുറെ വന്ന് പഠിച്ചിരുന്ന സ്ഥലമാണ്. വിശാലമായ ഇതൊരു 8 കെട്ടാണ് കേട്ടോ. നമുക്ക് അവിടെ എടുക്കാം, നടുമുറ്റത്ത് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്ത് എടുക്കാം ആയിട്ട് ചെയ്താൽ തോന്നുന്നു. ഇങ്ങനെ ടൈൽസ് ഒക്കെ ഇട്ട് ഷറാക്കിയിട്ടുണ്ട്. ഇത് അഡീഷണൽ ആയിട്ട് ഇത് ചെയ്ത, പക്ഷെ പഴയ കെട്ടിടം തന്നെയാണ്. ചോർച്ച ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇതാണ് നാരായണേട്ടൻ, ഇവിടുത്തെ മാനേജറാണ്. 54 വർഷമായി നാരായണേട്ടൻ ഇവിടെ വന്നിട്ടല്ലേ? അത് ശരി. നാരായണന്റെ സ്വദേശം എവിടെയാ? അതെ. അപ്പൊ അതിനുശേഷം നാരായണേട്ടനാണ് ഈ കാര്യങ്ങളൊക്കെ നല്ല പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നത്. അപ്പൊ ആഴ്ചയിൽ 2 ദിവസം ഇവിടെ അലൗഡ് ആണല്ലോ അല്ലെ? ഇപ്പൊ ഉള്ളു അല്ലെ? പണ്ട് ഞാൻ എന്നും വന്നിരുന്നു ഇവിടെ. അതെ. വയസ്സ് കൂടി പിന്നെ കൊറോണ ഒക്കെ വന്നില്ലേ, ഈ ആഴ്ചയിൽ 2 ദിവസം ആക്കിയത്. അത് ശരി. നാരായണേട്ടൻ ഈ മനയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? പറയാം, വന്നോളൂ. ഇത് ലൈബ്രറിയാണ്. കുറെ പുസ്തകങ്ങൾ വേറെ എന്റെ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തു പോകണു അല്ലെ? കാലിക്കറ്റ് അല്ലെ, മറ്റേ കേരള യൂണിവേഴ്സിറ്റിക്ക് ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ബുക്സ് ആണ്. അത് ശരി. റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്. മനക്കേ 500-ന്റെയും 800-ന്റെയും ഇടയ്ക്ക് പഴക്കമുണ്ട്. 500-ന്റെയും 800-ന്റെയും ഇടയ്ക്ക്. അത് ശരി. 500-ന്റെയും 800-ന്റെയും ഇടയ്ക്ക് പഴക്കമുണ്ട് മനയ്ക്ക്. അത് കൃത്യമായിട്ട് പറയാൻ വയ്യ. അതെ, ഇടയ്ക്ക് പറയുന്നു. പിന്നെ 300 പേര് ഡെയിലി ജോലി ചെയ്ത് 35 വർഷം കൊണ്ട് കയറ്റിയതാണ്. 300 പേര് ഡെയിലി 35 വർഷം കൊണ്ട്. അപ്പൊ കേൾക്കുമ്പോ നമുക്കത് നോയ തോന്നും. പക്ഷെ ഒന്നാലോചിക്കണം, ഈ 500 കൊല്ലം മുമ്പൊന്നും JCB ഇല്ല. അപ്പൊ 3 കുളമുണ്ട്, അത് കുഴിക്കണ്ടേ? അപ്പൊ മാൻ പവർ. പിന്നെ മരങ്ങളൊക്കെ ഇവിടെ ഉള്ളതല്ലോ, കൊണ്ടുവരണം. കരിങ്കല്ല് കൊണ്ടുവരണം. പിന്നെ അത് അതിന്റെ സൈസാക്കണം. അപ്പൊ ഒക്കെ കൂടി ആകുമ്പോ 300 പേരെ ഡെയിലി ജോലി ചെയ്ത് 35 വർഷം കൊണ്ട് കയറ്റിയതാണ്. പിന്നെ മരാമത്ത് അറിയുന്നവർക്ക് അറിയാം, ഈ കഴുക്കോലും പറ്റിക്കില്ലേ, അത് ഒരെണ്ണം പണി കഴിഞ്ഞാൽ കയറ്റാൻ പറ്റില്ല. എല്ലാം പണി കഴിച്ച് വെക്കുക ചെയ്യാം. എന്നിട്ടാണല്ലോ എടുത്ത് കയറ്റുക, തൂണ് പിന്നെ ഉത്തരം ഒക്കെ ആയിട്ട്. അപ്പൊ അതിന് തന്നെ വലിയൊരു ഷെഡ് കയറ്റിണ്ടാവുന്നു. അത് സൂക്ഷിക്കാൻ തന്നെ എന്തായാലും 35 വർഷം എടുത്തു. ഇവിടെ ഈ പഠിപ്പുര ഒക്കെ ഉണ്ടോ? 3 പഠിപ്പുര 4 പഠിപ്പുര ഉണ്ടായിരുന്നു. അത് 4 പുറത്തേക്കും പഠിപ്പുര. ഈ 4 പുറത്തേക്കും പഠിപ്പുര എന്ന് പറയുമ്പോ എന്തായാലും അർത്ഥച്ചാല് 4 ജാതിക്കും വരാം, നാനാജാതി ആളുകൾക്കും വരാം. അത് ശരി. ഇപ്പൊ 2 പഠിപ്പുര ഉണ്ടാകുന്നത് ഇപ്പൊ 1 പഠിപ്പുരയേ ഉള്ളൂ. ഒരു പഠിപ്പുരേ ഉള്ളൂ അല്ലെ? ഒരു പഠിപ്പുര പോസ്റ്റ് ഓഫീസ് ആയിട്ട് കണക്കാക്കും. അതാണ് ഒരു പഠിപ്പുര അല്ലെ? അവിടെ
ഈ പോസ്റ്റ് ഓഫീസ് എങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിച്ചാല്, ആ. ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ ആയിരുന്നില്ല, ആ. പെരിങ്ങോടായിരുന്നു. ആ. അപ്പൊ ഇവിടെ MBBS FRCS ഒക്കെ പാസ്സായിട്ടുള്ള ഡോക്ടർ ഉണ്ട് അന്നേ, ന്യൂറോ സർജനാ. അപ്പൊ അദ്ദേഹത്തിന് ധാരാളം എഴുത്തും പാഴ്സലും വരും. അപ്പൊ ഈ പാഴ്സൽ വരുമ്പോ അത് പെരിങ്ങോടിന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അദ്ദേഹത്തിന്റെ പേര് നാരായണൻ നമ്പൂതിരി, ന്യൂറോ സർജൻ ആയിരുന്നു. അതെ. അപ്പൊ പാഴ്സൽ ഇങ്ങോട്ട് കൊണ്ടുവരണം, അതിന് ലേറ്റ് ആവും, അപ്പൊ ഇവിടെ കിട്ടാൻ താമസമാവും. അപ്പൊ അദ്ദേഹം ഒറ്റപ്പാലത്ത് ഇൻസ്പെക്ടറോട് പറഞ്ഞു, എനിക്ക് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വേണം, ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ അന്നത്തെ കാലത്തൊന്നും പറഞ്ഞാൽ വലിയ നിയമത്തിനൊന്നും ഇല്ല. അപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് നോക്കി, ഇൻസ്പെക്ടർ, പോസ്റ്റൽ ഇൻസ്പെക്ടർ ഇവിടെ വന്ന് നോക്കി. അപ്പൊ പറഞ്ഞു, പോസ്റ്റ് ഓഫീസ് ഞാൻ ഇട്ടുതരാം, പക്ഷെ കെട്ടിടം നിങ്ങൾ തരണം. അങ്ങനെ കെട്ടിടം തരാന്ന് പറഞ്ഞു. ഞങ്ങളൊരു കെട്ടിടം കൊടുത്തു. ഇത് ഉള്ളിലായിരുന്നു, ഇപ്പോഴാണ് പുറത്തേക്ക് മാറ്റിയത് പൊതുജനങ്ങളുടെ സൗകര്യത്തിന്. എന്നിട്ട് പെരുങ്ങോട് പോസ്റ്റ് ഓഫീസ് അവിടെ എടുത്ത് ഇവിടേക്ക് മാറ്റി. ഇപ്പൊ പെരുങ്ങോടും പോസ്റ്റ് ഓഫീസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ പോസ്റ്റ് ഓഫീസിന് വിട്ടുകൊടുത്തപ്പോ പോസ്റ്റ് ഓഫീസ് വാടകയ്ക്ക് തരുന്നില്ലേ? ഇല്ല, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. സൗജന്യ സേവനം. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കാലം മാറിയപ്പോ അവിടെ ഈ തൂക്കുന്നതൊക്കെ കറണ്ടിൽ വേണ്ടേ, ഗ്ലാസൊക്കെ. അപ്പൊ അവര് കറണ്ട് വേണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അതിന് പഞ്ചായത്തിൽ പോയി കറണ്ട് ഏർപ്പാട് കൊടുത്തു. അതിന് പൈസ ഒന്നും വാങ്ങി. ഇതിന് ഐതിഹ്യങ്ങളോ വല്ലതും ഉണ്ടോ ഈ മനയെ കുറിച്ചിട്ട്? വേറെ എന്തെങ്കിലും എടുത്തു പറയത്തക്ക? അത് അവിടെ കാണാനില്ലേ ഫോട്ടോ, അവരെ പറ്റിയിട്ടേ ഉള്ളൂ. അവരെ പറ്റിയിട്ടാണ് ഐതിഹ്യങ്ങളുള്ളത് അല്ലെ? അതിനെ കുറിച്ചൊരു പുസ്തകങ്ങൾ വല്ലതൊക്കെ എഴുതിയിട്ടുണ്ടോ? ബുക്സ് ഒക്കെ ഉണ്ടോ? ഇല്ല അല്ലേ? പിന്നെ ഈ ഇതൊക്കെ കുറെ പഴക്കമുള്ളതാണല്ലേ? ഇതൊക്കെ ഈ ഗ്യാസ് ലൈറ്റ്, പെട്രോമാക്സ് എന്നൊക്കെ പറയണത് ഇത് കുറച്ച് ലേറ്റസ്റ്റ് ആണ്. ഈ ചെല്ലപ്പെട്ടിയൊക്കെ നമ്മള് കുറച്ച് പഴക്കമുള്ളതുണ്ട്. ചെല്ലപ്പെട്ടി ഇത് മാതേരല്ലേ? തൃക്കാരപ്പൻ. തൃക്കാരപ്പൻ, മാതേരുകള്, തൂക്കുകളക്ക്. നാരായണനെ പോലെ ആൾക്കാരെ ഇവിടെ കിട്ടിയത് ഇവരുടെ ഭാഗ്യാണ്. നന്നായി നോക്കി വെക്കുന്നുണ്ടല്ല. ഇതാണ് പാതാള വരണ്ടി. കിണറ്റില് ബക്കറ്റൊക്കെ പോയ ലോട്ട. പാതാളവരത്തി ബക്കറ്റും സാധനങ്ങളും മാത്രമൊന്നുമല്ല, മരിച്ച സ്ത്രീകളെ അടക്കം പൊക്കിണ്ട്. അതെങ്ങനെ? ശരി, ഇതുകൊണ്ടല്ലേ? മേലെ വരെ വെള്ളത്തിന്റെ തുല്യം വരെ പൊതി വരുമല്ലേ? എടുക്കാൻ പറ്റില്ല. അത് ശരി. സ്ത്രീകള് ഇവിടെ അല്ല, ഏത് മനുഷ്യനാണെങ്കിലും എന്ത് സാധനം ഉണ്ടെങ്കിലും എടുക്കാൻ. ഓക്കെ, ശരി. ഡ്രസ് ഉണ്ടാവുമല്ലോ, പിടിക്കും. അത് ശരി. എത്ര കൊല്ലം അല്ല എത്ര കുളങ്ങളുണ്ട് ഇവിടെ? ഇവിടെ 3 കുളം. 3 കുളം ഉണ്ടോ? അത് ശരി. 3 കുളമുണ്ട്, 4 കിണറുണ്ട്. കുഴിച്ചുണ്ടാക്കണ്ടേ? അത് ശരി. ഈ മരിക എന്ന് പറയുന്ന സാധനത്തെ എന്താ? ഇതെന്താ മരിക? മരിക മാത്രമല്ല, ഇത് വാൽമരികയാണ്, മറ്റു വാലില്ലാത്ത മരിക. ഇരിക്കുന്ന സാധനങ്ങൾ മുഴുവനെ ജോയിന്റ് ഇല്ലാത്തതാണ്. ഒരു മരത്തിന്റെ നിന്ന് കൊത്തി ഉണ്ടാക്കിയതാണ്. അത് ശരി. ജോയിന്റ് ഇല്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് പണ്ട് കാലത്ത് നമ്മൾ കഞ്ഞി കുടിക്കുന്ന പ്ലാവില ഉണ്ടാവും, മരം തന്നെ. അത് നന്നായി. ഇതൊക്കെ പഴയ കാലത്ത് തന്നെ ഈ തട്ടടിച്ചു വെച്ചതാ ഈ മുകളിലൊക്കെ? നല്ല ഭംഗിയുണ്ട്, പുതിയത് പോലെ തോന്നുന്നു. പറ്റുന്നത് ഞങ്ങൾ മരാമത്ത് ചെയ്യും. അത് ശരി. ഈ അടപ്പലക എന്ന് പറയുന്നത് അട ഉണ്ടാക്കാനാണോ? ചോറ് വാർക്കുന്നതാണ്. അത് അടച്ചു വെക്കുന്നതാണ് അല്ലേ? അതിന് പെട്ടെന്ന് അത് ശരി, അടച്ചു വെക്കുന്നത്. അതാണ് മരക്കയിൽ മരപ്പാത്തി, ചെമ്പ്, ചരക്ക്, ഉരുളി, കുത്തുചട്ടുകം. ഒന്നും നഷ്ടപ്പെടുത്താതെ വെച്ചിട്ടുണ്ട്. പട്ടക്കോട ഇല്ല അല്ലെ? കേടുവന്നു പോയില്ലേ? അതുകൂടി ആയാൽ കുറച്ചുകൂടി ഇതാവും. സ്വർണം അളക്കുന്നതിനുള്ള പലക ഇതെങ്ങനെ? ഇത് പണ്ടത്തെ കാലത്തെ ഇത്രയും വലിപ്പമുള്ള എന്താ സ്വർണ്ണ കട്ടികളുണ്ടായിരുന്നേ. അപ്പൊ ഇത് ഇങ്ങനെ 12 ആണെങ്കിൽ ഇങ്ങനെ 5, അപ്പൊ 15 60. ഉദാഹരണം പറഞ്ഞ അപ്പൊ ഇതിലിട്ടിട്ടാണ് മേടിച്ച 60. അപ്പൊ 60 എണ്ണി ഉണ്ടാക്കണ്ട, ഒറ്റ വടിച്ചെടുക്കുന്നതാണ്. അതിന്റെ ചെറുതാണത്. ശരി.
പണ്ടത്തെ കാലത്ത് സ്വർണ്ണമൊക്കെ അത്രയൊക്കെ ഉണ്ടായിരുന്നു ആ, അല്ലേ? അതെ. പഴയ ഇത് പണ്ട് സ്വർണ്ണം തൂക്കുന്നത് ഇതിലാണോ? ആ ആ അതെ അതെ അതിലാണ് തൂക്കുന്നതേ. ആ ഇതധികം പഴക്കല്ല കേട്ടോ ഇത്. ആ. ഇപ്പൊ സ്വർണ്ണം ഉണ്ടാവും ചില ആ സ്ഥലത്ത്. ഇപ്പോഴത്തെ ഉണ്ട് ചില ഗോൾഡ് സ്മിത്തിന്റെ കയ്യിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. മുട്ട വിളക്ക് ഗ്രന്ഥക്കെട്ട് ഇത് എന്താണാവോ അല്ലെ? ഈ ഗ്രന്ഥക്കെട്ട് എന്തിനെ കുറിച്ചിട്ടുള്ളതാണോ പോലെ? അതറിയില്ല. അല്ല ജാതകമാണോ? അല്ലല്ലോ, ജാതകമല്ല, ജാതകം ഒരെണ്ണം ജാതകമാണ് തോന്നുന്നു ഇത്. ഇത് മുകളിലത്തെ ജാതകമാണ്. അതെ, ഇത് ജാതകമാണ്. ഇത് വേറെ എന്ത് പുസ്തകങ്ങളാണ്. നിങ്ങൾ എന്ത് ഗ്രന്ഥക്കെട്ട് അറിയില്ല. സംസ്കൃതത്തിലും വേറെ ഏതൊരു ഭാഷയിലും ആയിരിക്കും. ആ ആ പോവാം അല്ലേ? ആ പോവാം. ഇത് ശംഖ്, പൂജാ സ്റ്റാൻഡ് കൂടി. അത് അവിടെ എവിടെയെങ്കിലൊക്കെ വെച്ച എലി കടിക്കും. അത് ശരി, അതുകൊണ്ട് ഇവിടെ കെട്ടി. ഓ ഇതാണ് ഇത് 8 കെട്ടല്ലേ? ഇപ്പൊ 8 കെട്ടുണ്ട്. ഉണ്ടല്ലോ. 16 കെട്ടായിരുന്നു പണ്ട്. 16 ഉണ്ടായിരുന്നോ? ആ പണ്ട്. ആ അത് ശരി. ഇപ്പൊ 8 കെട്ട്. അപ്പോ ഒരു നടുമെറ്റുണ്ടെങ്കിൽ 4 കെട്ട്. ആ അങ്ങനെയാണ് പറയാം. ഒരു നടുമെറ്റുണ്ടായാൽ 4 കെട്ട്. 4 കെട്ടല്ലേ? ആ അപ്പൊ ഇപ്പൊ ഇവിടെ 2 നടുമെറ്റുണ്ട്, അപ്പൊ 8 കെട്ട്. 8 കെട്ട്. അപ്പൊ 4 നടുമെറ്റുണ്ടാവുമ്പോ 16 കെട്ട്. 16 കെട്ട്. പിന്നെ എന്റെ അറിവില് അതൊന്നും കൂടുതലായ കൊട്ടാരം. അതിനും കൂടുതലായാണ് കൊട്ടാരം. ആ അത് ശരി, അതൊരു പുതിയ അറിവാണ്. ആ. ശരി. 16 കെട്ടുണ്ട്. മൂപ്പിൽ നായരുടെ കൊട്ടാരം, മറ്റേ വീട് 16 കെട്ട. അതെ ഉണ്ടാവും. അവരാ മരങ്ങാട്ടുമനയും 16ആണ്. അപ്പൊ അതിലും കൂടുതൽ 16 കെട്ടിലും കൂടുതലുണ്ടെങ്കിൽ കൊട്ടാരം എന്ന് പറയും. കൊട്ടാരം എന്ന് പറയും അല്ലെ? ഓ ഈ മാവില്ലേ, ആ ഈ മാവിന് ചരിത്രമുണ്ട്. ശരി. ആ എന്താ ചരിത്രം? ഇവിടുത്തെ പെൺകുട്ടികളെ, ആ. പണ്ടത്തെ കാലത്തെ കാര്യം പറഞ്ഞോ, ആ ഇവിടുത്തെ പെൺകുട്ടികൾ പുറത്തു പോയിട്ട് മാങ്ങ പെറുക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് പോവുകയൊന്നും ചെയ്യില്ല. ആ. അവരെ പഠിപ്പിക്കാൻ തന്നെ മാഷന്മാർ ഇങ്ങോട്ട് വരിക ചെയ്യുക. അത് ശരി. ആ കാലത്ത് അപ്പൊ ഇവിടുത്തെ ഒരു കാർന്നവർക്ക് തോന്നി, ആ. ഇങ്ങനെ ഒരു മാവ് ഇതിന്റെ ഉള്ളിൽ വെച്ചാല് നമ്മുടെ കുട്ടികൾക്കൊക്കെ കേറുക മാങ്ങ പൊട്ടിക്കുകയൊക്കെ ചെയ്യാലോ. അവരുടെ മാനസികമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കാർന്നവര് കുഴിച്ചിട്ടതാണ്. ആ മരം പോയപ്പോ പിന്നെ അടുത്ത കാർന്നവര് അങ്ങനെ ഇത് മൂന്നൊറ്റയായി. അത് ശരി. ആ മൂന്നാമത്തെ മാവാണ്. എന്ത് മാവ് ഇത് ചന്ദ്രക്കാരൻ. ചന്ദ്രക്കാരൻ മാങ്ങ. ഇപ്പോഴും മാങ്ങ പൂക്കുണ്ടോ? ആ ഇപ്പൊ ഈ കഴിഞ്ഞതാണിപ്പോ ധാരാളം വീണ് കിടന്നായിരുന്നു. എന്തായാലും ഓരോ ആശയങ്ങളും അല്ലേ? ഒഴിഞ്ഞാലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. സ്ത്രീ കുട്ടികൾക്ക് കയറി പക്ഷെ എന്നാലും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലൊരു സംഖ്യ വേണ്ടേ? അല്ല ഞാൻ പറയാ, ഇതൊരു നിലവറക്കുണ്ട്. ആ അത് ശരി, നിലവറക്കുണ്ടാണ്. ഇതിന്റെ ആ അറ്റത്തേക്ക് താണു നോക്കിയാലേ ഒരു വലിയൊരു നന്നങ്ങാടി പോലൊരു വളരെ പഴക്കമുള്ളതാ. അതിന്റെ ഉള്ളില് കഴുകി ഇറങ്ങി ഇരുന്നിട്ട് വേണം ഒരാൾക്ക് കഴുകാനത്. അല്ലാതെ കൈയിട്ട കഴുകാനെത്തില്ല. അതെ അതെ, നന്നങ്ങാടിയിലെ. ഈ നന്നങ്ങാടി പഴയ കാലത്ത് എന്തിനാ യൂസ് ചെയ്തിരുന്നത്? എനിക്കതറിയില്ല കേട്ടോ, വെറുതെ ഞാൻ അറിയാതെ. പലരും പലതും പറയുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാൽ. ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാല് ഇതിന്റെ 6 പുറവും കരിങ്കല്ലാണ്, മേലെ താഴെ 4 സൈഡ് ഇതിന്റെ കരിങ്കല്ലാണ്. മൊത്തം കരിങ്കല്ലാണ്. പഴയ കാലത്ത് ഈ നിധികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കാനോ. ഇതൊക്കെ എങ്ങനെ ഇറങ്ങുക? ഏത് വഴിയാ? ഇതെടുത്താ ഇറങ്ങാം. ഇത് സ്കൂൾ കുട്ടികളെ ധാരാളം വരുന്നുണ്ട്. അവര് ഇവിടെ വന്നിട്ട് ഉണ്ട് തല്ലൊക്കെ ചെയ്യുമ്പോ കുട്ടികളായിരിക്കും വീഴുക. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ വേണം ഇറങ്ങാൻ. അതിന് വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ആക്കിയതാ. അത് നന്നായി. അത് ശരി. ഇത് പൂമുഖത്തുനിന്നുള്ള വാതിലല്ലേ? പ്രധാന വാതിൽ. ഇവിടെ ഫോട്ടോ കൊടുക്കരുത് കേട്ടോ. ഈ ഞാൻ അറിഞ്ഞിടത്തോളം പതഞ്ജലിയുടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള വീടുകള് ആകെ 2 ഇന്ത്യയിലുള്ളൂ. ഒന്ന് ഒറീസയിലും ഒന്ന് പഠിക്കും. അതെയോ? വീട് അല്ലേ? പതഞ്ജലി പ്രതിഷ്ഠിച്ചിട്ടുള്ള വീട്. അത് ശരി. അല്ല അമ്പലല്ല പറഞ്ഞു, അമ്പലല്ല, പ്രതിഷ്ഠിച്ചിട്ടുള്ള വീട്. അത് ശരി. ഈ പതഞ്ജലി അപ്പൊ ഈ ഇതിന്റെ ഈ വിഗ്രഹം
ഇവിടെ ഉണ്ടാക്കിയതാണോ അല്ല കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവന്നാണെന്നാ പറയുന്നത്. എവിടുന്ന് എവിടുന്നാന്ന് അറിയില്ല. ഇപ്പോ ഇടത്തെ കയ്യിൽ ഗ്രന്ഥക്കെട്ട്, അറിവിന്റെ മഹർഷിയാണല്ലോ, വലത്തെ കയ്യിൽ നാഗരാജാവ്. അപ്പൊ ഈ നാഗരാജാവിനെ ഇവിടെ കുടിവെച്ചത് കൊണ്ട് ഈ സ്ഥലത്തിന് നാഗലശ്ശേരി എന്നുള്ള പേര് വന്നു. അത് ശരി, അങ്ങനെയാണ് നാഗലശ്ശേരി എന്നുള്ള പേര്. നാഗലശ്ശേരി ലോപിച്ചിട്ട് നാറേരി. എന്താ ഈ കൂടല്ലൂർ മന എന്ന് പറയുന്നത്? അത് ഇവിടെ ആധാരത്തിൽ പഴയ കാലത്തുള്ളതാണ്. മേലെടുത്ത് കൂടല്ലൂർ മന. അല്ല, ഈ സ്ഥലം കൂടല്ലൂർ അവിടെ തൃത്താലിന്റെ അടുത്തല്ലേ? അതൊന്നുമല്ല, അതല്ല. അല്ല അല്ല അല്ല, മറ്റേ MT വാസുദേവനാരല്ലേ? അതല്ല. ശരി, ഇതിന് സ്ഥലം അങ്ങനെയാണ് പേര്. അല്ല, ഞാൻ ആദ്യം വിചാരിച്ചു ആ ഭാഗത്താണെന്നേ. പേരിന് ചെറിയൊരു അർത്ഥം കൂടി ഉണ്ട്. എങ്ങനെയാ വെച്ചാലേ, അറിവുള്ളോടത്തില് എന്താ ഇതുണ്ടാവില്ലേ, സന്താനങ്ങൾ കുറയും. സന്താനങ്ങളിലോടത്തില അറിവ് കുറയും. അപ്പൊ അറിവ്, സന്താനം, ധനം, ഈ മൂന്നും കൂടി ഒരു സ്ഥലത്തും യോജിച്ചിരിക്കില്ല. അറിവും സന്താനവും ഇതും ധനവും. അപ്പൊ ഇവിടെ മൂന്നും കൂടി കൂടിയ സ്ഥലമാണ്. അതാണ് കൂടിയ ഇല്ലം. മൂന്നും കൂടി കൂടിയിട്ടുള്ള സ്ഥലം. അവിടെ സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അറിവുള്ളവരാണ് എല്ലാവരും. എന്നാ അതിന്റേതായ ഒരു ഭാവവും ഇല്ല കേട്ടോ. എന്ത് ലാളിത്യമാണ് അദ്ദേഹത്തിന്. ഞാനിവിടെ വന്ന അദ്ദേഹത്തിനെ ബ്രഹ്മദത്തം നമ്പൂതിരിപ്പാടില്ലേ, അദ്ദേഹത്തിനോട് സംസാരിച്ചു. വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ ഇവിടെ ഊണഴിക്കായിരിക്കും. അത് ശരി. ഇതാണ് ഊണഴിക്കാനുള്ള സ്ഥലം അല്ലേ? ചെറിയ വിശേഷങ്ങളുണ്ട്. വീടിന്റെ ശരിക്കും ഉള്ളിൽ തന്നെയുള്ള ഒരു ചെറിയൊരു മണ്ഡപം പോലെ. അതെ അതെ. ഇത് ചന്ദനം അരയ്ക്കാനുള്ള ചാണ. ചന്ദനം അരയ്ക്കാനുള്ളതല്ല. പുളി കഴിഞ്ഞ് വന്നാലേ ചന്ദനം അരക്കില്ലേ, അതിനുള്ള എന്ത് മരാണാവോ ഇത്? അല്ല, ഇത് കല്ലാണ്. കല്ലാണല്ലേ? ശരി, ഇത് കല്ല് തന്നെ, ചാണക്കല്ല് എന്ന് പറയും. ഇതും അതുപോലെ സ്ത്രീകൾക്ക് സൂര്യ നമസ്കാരം ചെയ്യാനുള്ള കല്ലാണല്ലേ? അപ്പൊ അവര് പുറത്തു പോയിട്ട് ചെയ്യില്ലല്ലോ. പുരുഷന്മാർക്ക് പുറത്തു പോയി ചെയ്യാം. ഇത് സ്ത്രീകൾക്ക് ചെയ്യാനുള്ളതാണ്. സൂര്യ നമസ്കാരം ചെയ്യാൻ നല്ല കാറ്റും വെളിച്ചൊക്കെ ഉള്ള. ഇത് ഇവരുടെ വിവാഹത്തറയാണ്. വിവാഹം ഇവിടെ വെച്ചിട്ടാണ് നടക്കുക ഈ തറയില്. അപ്പൊ വിവാഹം നമ്മൾ മുമ്പ് അറിയില്ലോ, മുമ്പ് അറിയുമ്പോ ഞങ്ങൾക്ക് വൃത്തിയാക്കൂല. ഇപ്പോഴും നടക്കുന്നുണ്ടോ കല്യാണം? അത് ശരി. ഞാൻ മുല്ലത്തറ വേണം നിർബന്ധം വിവാഹത്തിന്. മുല്ലത്തറ വേണം. ആ പ്രതിഷ്ഠയൊക്കെ ഇപ്പൊ എടുത്തു വെച്ചതാവൂല്ലേ? അല്ലല്ല, എത്രയോ അതെയോ? ആ പ്രതിഷ്ഠയുടെ കഥ എന്താണെന്ന് വെച്ചാല്, വിഷ്ണു അല്ലേ? വിഷ്ണു ചതുർബാഹു. ഇതിന്റെ കഥ എന്താണെന്ന് വെച്ചാലേ, ഞങ്ങൾക്ക് കുറെ അമ്പലങ്ങൾ പുറത്തുണ്ട്. പുറത്ത് പല സ്ഥലത്തായിട്ടുണ്ട്. അപ്പൊ ഏതോ ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഈ വിഗ്രഹം ഉണ്ടാക്കിയതാ. ഉണ്ടാക്കിയാൽ അങ്ങനെയാണ് ഇപ്പൊ അത് വെച്ചാല് ഈ ഉണ്ടാക്കിയ ശില്പിയില്ലേ, അത് വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാല് സ്വർണ്ണ സൂചി കൊണ്ട് അതിന്റെ കണ്ണ് വരയ്ക്കും. മെഴിപ്പിക്കുക എന്നാ പറയാ, കണ്ണ് മെഴിപ്പിക്കുക. അപ്പോഴാണ് ആ പ്രതിഷ്ഠ പൂർണ്ണമാവുക. അപ്പൊ അതിന്റെ മുമ്പ് അദ്ദേഹം മരിച്ചു. അപ്പൊ ശില്പി മരിച്ചാൽ പിന്നെ അത് പ്രതിഷ്ഠിക്കാൻ പാടില്ല. അപ്പൊ ഇത് വെറുതെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പൂർണ്ണമായിട്ടില്ല. ഇല്ല, പൂജിക്കൊന്നും ചെയ്യില്ല. ആർക്കാച്ചത്തോട് വിളിക്കുക, എന്തൊക്കെയാണ് ചെയ്യാം. കരിങ്കല്ലാണ്. അതിന് പൂജ ഇല്ല. പൂജയില്ല, ഒന്നുമില്ല. അവിടെ കൊണ്ടുവന്ന് വെച്ചു മാത്രം. അതിന് ശക്തി ഇല്ല. അതെ, അതാണ്. പൂജ ചെയ്യുമ്പോഴാണ് ശക്തി വരുള്ളൂ. ഒരു ദീപസ്തംഭമുണ്ട്. ഇതെന്താ, അടുക്കളയാണോ ഇത് ഈ ഭാഗത്ത്? വടിക്കിനിയോ? ഇത് ഇതൊരു ഭഗവതിയുണ്ട്. അതെന്താ വെച്ചാലേ, ചങ്ങരംകുളം അടുത്ത് മൂക്കോല പറഞ്ഞ സ്ഥലമില്ലേ, അപ്പൊ ഇവിടുത്തെ ഒരു തമ്പുരാൻ മൂക്കോല വലിയ ഭക്തനാ. അപ്പൊ അദ്ദേഹം ഇവിടുന്ന് മൂക്കോലയ്ക്ക് പോയി തൊഴുതു വരും. അങ്ങനെ വയസ്സായപ്പോ വയ്യാതെ. അപ്പൊ അദ്ദേഹം അവിടെ ഭഗവതിയോട് പറഞ്ഞു, ഇനി ഞാൻ അങ്ങോട്ട് വരില്ല, എനിക്ക് വയ്യ പറഞ്ഞു. അപ്പൊ അവിടുന്ന് ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്ന് അശരീരി കേട്ടു. കുഞ്ഞിക്കാവ് എന്നാ പേര്. കുഞ്ഞിക്കാവ് ഇങ്ങോട്ട് വരണ്ട, ഞാൻ കുഞ്ഞിക്കാവിന്റെ കൂടെ അങ്ങോട്ട് വരാന്ന്. അവിടെ വിളക്ക് വെച്ചാൽ മതി. അങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ വന്നതാണ്. നമ്മൾ വടക്കിനിരിക്കാ പോകുന്നല്ലേ? നോക്കാം. ഇവിടെ കുറച്ച് ചോർച്ചയുള്ള സ്ഥലമാണ്. ആട്ടുതൊട്ടില് ഇതൊക്കെ പിന്നെ ലേറ്റസ്റ്റ് ആണ്.
സാറിന്റെ പേരെന്താ? എന്റെ പേര് സുരേഷ്. സുരേഷ്. ആ. പട്ടാമ്പിയ? പട്ടാമ്പിയാണ്, കിഴായൂരാ താമസം. യഥാർത്ഥത്തിൽ വല്ലപ്പുഴക്കാരനാണ് ഞാൻ. കുറെ ചങ്ങലേട്ടുണ്ട്. ആനയുടെയാണോ? ആനച്ചങ്ങല. അത് ശരി. കട്ടിൽക്കാലുകൾ. ഇത് എന്തിന്റെ കൊമ്പാ? കാളയുടെ കൊമ്പാ. കാളക്കൊമ്പാണ്. ഈ പന്തം ഇത് പന്തം കൊളുത്താൻ ഇതാക്കാൻ വേണ്ടിട്ടാവും, കത്തിക്കാൻ വേണ്ടിട്ടാവും അല്ലെ ഈ കാളുടെ കൊമ്പ്? അല്ലല്ല, അതൊരു കൊമ്പോടെ കിട്ടി വെച്ചു മാത്രമേ ഉള്ളൂ. അല്ലാതെ പറയില്ല. ഇത് പന്തൊക്കെ എന്താണ് ഈ മുമ്പിൽ പിടിക്കില്ലേ? ഈ പന്തം ഉള്ളത് ചോർച്ചുണ്ടോ? ഇല്ലല്ലേ. അല്ല, അവിടെ മുകളിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടി. ഇതിന്റെ മുകളിൽ ഒരു തട്ടുണ്ടല്ലോ. അതിനുണ്ട്, ആ കഷ്ണത്തിന് മാത്രം. ശരി. എന്ന ഭരണികൾ. ഇതെന്താണ്? ഇതിന്റെ ഉള്ളിലോ? അത് പൂജാ സാധനങ്ങൾ ഉള്ളതാണ്. സ്റ്റോർ റൂമാ? നമ്മള് മറ്റുള്ളവർക്കും തൊടാൻ പാടില്ല. അപ്പൊ അത് നമ്പൂരി വന്നാൽ മാത്രമേ എടുക്കുള്ളൂ. ശരി. ഇവിടെ പൂജ നടക്കണമൊക്കെ ഉണ്ട്. ഇതെന്താ? ഇത് ഒരു കാളയുടെ കൊമ്പാണ്. കാളക്കൊമ്പാണോ? അതുകൊണ്ട് എന്താ പ്രത്യേകത വെച്ചാലേ, ഇത് ജോയിന്റ് ഇല്ല, പശയില്ല, ഒന്നുമില്ല. ഒരാൾ കൊത്തി ഉണ്ടാക്കിയതാണ്. അമ്മ അതിന്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അത് ശരി. ജോയിന്റ് ഒന്നുമില്ല. ജോയിന്റ് ഇല്ല അല്ലെ? പശ വെച്ച് ഒട്ടിച്ചിട്ടില്ല. ഇല്ല, അയാൾ കൊത്തി ഉണ്ടാക്കിയതാണ്. അതൊരു ശില്പമാണ്. അതെ, കരവിരുത്. അതെ, കരവിരുത് തന്നെ. ഇത് നമ്മുടെ ഡോക്ടറുടെ ആയിരിക്കും. ഇത് ആയുർവേദ പെട്ടി. അവിടെ ടെലസ്കോപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്റ്റെതസ്കോപ്പ് അല്ല. തെറ്റി അവർക്ക് എഴുതാൻ കൊടുത്തപ്പോഴേ അവര് ഇതെന്താ? ഇത് ഈ ആയുർവേദ മരുന്ന് പെട്ടി. ആയുർവേദ മരുന്ന് പെട്ടി. 1000 പെട്ടി എന്നൊക്കെ. ഓരോരോ കള്ളിയിലിട്ട് വെക്കാം. ഇതിൽ പച്ചമരുന്ന് ഇട്ടില്ലോ, എന്നിട്ട് എടുത്ത് തൂക്കി കൊടുക്കും. തൂക്കുന്നത് കഴഞ്ചിക്കോല്. കഴഞ്ചിക്കോല്. അതിലാണ് തൂക്കി കൊടുക്കുക. ശരിയാ. അപ്പൊ കഷായത്തിനൊക്കെ അതിലാണ് കഴഞ്ചിക്കോല്. എന്താ പറയാ, ഗ്രാമല്ല അന്നൊന്നും. അപ്പൊ ഇവിടെ ചികിത്സയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ? അതെ, അതാണ് ഈ പതഞ്ജലി. അട്ടച്ചിപ്പെട്ടി. ഇത് പണ്ട് കാലത്ത് ഡോക്ടർമാരെ വീടുകളിൽ പോയി ചികിത്സിച്ചായിരുന്നു. അപ്പൊ ഡോക്ടർ വീട്ടിൽ പോകുമ്പോ ഈ ബാഗും കൊണ്ടാ പോവുക. മറ്റാളത് ഒപ്പം പിടിച്ചു നടക്കും. അത് ഗ്രാമഫോണ് സംഭവം ഇതൊക്കെ ഉണ്ട്. ചുരുട്ട് സിഗരറ്റ് വലിക്കുന്നതിന്. ധാരപ്പാത്തി. ഇത് പ്രത്യേകത ഒന്നും കൂടി ഉള്ളതെന്ന് വെച്ചാൽ ഇത് കാഞ്ഞിരമരം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത് കാഞ്ഞിരാണല്ലേ? എന്തായിരിക്കും കാഞ്ഞിരം ഉപയോഗിക്കാനുള്ള കാരണം? അത് അങ്ങനെയാണ് അതിന്റെ കണക്ക്. മറ്റതൊക്കെ ആകുമ്പോ പ്ലാവൊക്കെ അധികം ഉപയോഗിക്കും. ഈ ഗൗണ് ഇത് ഡോക്ടറുടെ? ഡോക്ടറുടെ ഇംഗ്ലണ്ടിലൊക്കെ ഉപയോഗിച്ചത്. ഓവർകോട്ട്. വീണ ഇവിടെ ആരാ വായിക്ക? ഡോക്ടറുടെ മകള് വായിച്ചിരുന്നു. അതെ, ആ കാലത്തുള്ളതാണ്. ഡോക്ടറുടെ മകള് വായിച്ചിരുന്നു. നന്നായി. വെള്ളം ചോർച്ചുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ അങ്ങനെ. അടുക്കളയാണോ? ഇത് പൂജക്കാരൻ മാത്രം ഉപയോഗിക്കുന്ന അടുക്കള. അത് ശരി. പൂജയുള്ള ദിവസം. പൂജയുള്ള ദിവസം അവര് വേറെ ശുദ്ധമാകാൻ. അതെ, നമ്മളൊന്നും പഴയ അടുക്കള. പഴയ അടുക്കളയാണ്. ആൾക്കാർ പോവല്ലേ? അതെ അതെ. ഇവിടെ എല്ലാ അടുക്കള അവിടെ ഗ്യാസ് ഒക്കെ വെച്ചിട്ട് അവിടെയാണല്ലേ? അല്ല, ഇതും ഇതൊക്കെ പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് ചെയ്താ. അടുക്കള കിണറുണ്ട്. അടുക്കള കിണറ് എന്റെ തറവാട്ടിലും അടുക്കള കിണർ തന്നെയാണ്. ഇതിന്റെ ഉള്ളില് മണി ഉണ്ടാവും തിരിക്കും പോലെ. ശബ്ദം കേക്കില്ലേ? ഇതിന്റെ അകത്തൊരു മണിയുണ്ട്.
അതിന്റെ ഉള്ളിൽ ഒരു മരത്തിന്റെ ഒരു കട്ട കൊടുക്കാണ്. ഇപ്പൊ അതൊക്കെ അറിയില്ല, അതാണ്. ഇത് രണ്ടാമത്തെ നിർമ്മിക്കാം. ഇതാ രണ്ടാമത്തെ നിർമ്മിറ്റം അല്ലെ. ഇത് പഴയ കാലത്ത് കെട്ടിയത് തന്നെയാണോ? ഇത് പക്ഷെ അത് കല്ല് ഇത് മറ്റേ നിങ്ങൾ തേക്കാതെ വെച്ചതേ സിനിമക്കാർക്ക് ആവശ്യം അങ്ങനെ ചെയ്താണല്ലേ. അല്ല ഇത് പഴയതുപോലെ മണ്ണ് ചുമര പോലെ ഉണ്ട്. അതെ, അതൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ അത് തേക്കാതെ കുറച്ച് സ്ഥലം എടുത്തു വേണ്ടിട്ട് ചെയ്തതാണല്ലേ. മേലെ പോയാലേ പുറത്തേക്കുള്ള വ്യൂ കിട്ടും. പുറത്തേക്ക് പോകണല്ലേ, മുറ്റത്തേക്കോ കുളത്തിലേക്കോ ഒക്കെ ഉള്ള വ്യൂ. ഈ നടുമുറ്റം എന്തിനാ ഉപയോഗിച്ചിരുന്നത്? ഇവിടെ വേറെ വല്ല ചെറിയ നടുമുറ്റല്ല, ഇതും വലിയ നടുമുറ്റാണ്. ആ കാണുന്നില്ലേ, അത് ശരി, അതിങ്ങോട്ട് കൂട്ടിയെടുത്തതാണല്ലേ. അത് ശരി, അപ്പൊ ഇതും അത്ര വലിപ്പം തന്നെ ഉള്ളതാണ്. അല്ല, ഈ മറ്റുള്ള ചടങ്ങുകൾക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അവിടെയാണ് ചെയ്യല്ലേ. എന്ത് വിശാല. അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ ചെല്ലമരാമത്തൊക്കെ ചെയ്യും. ഒരുപാട് പള്ളിയിൽ അങ്ങനെയൊന്നുമില്ല, അവരുടെ ഇഷ്ടം പോലെ അവർക്ക് സൗകര്യം ചെയ്യുള്ളൂ. അതെ ശരി, അപ്പൊ എന്റെ കൂടെ മുകളിൽ കയറി നോക്കാം. ഞാൻ വരുന്നില്ല. ആയിക്കോട്ടെ ഞാൻ കയറിക്കോളാം. ഏറ്റവും 3 നിലയാണ്. അദ്ദേഹം വരുന്നില്ല, കിടക്കാൻ കയറാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അത് ശരി. ഇത് 3-ാം നിലയാണ്. ഇവിടെയൊക്കെ വലിയ ജനാലയുണ്ട്. അടച്ചിട്ടുണ്ട്. ഇതിലെ വരാന്തയാണ്. ഇരുട്ട. ഇതൊക്കെ താമസിച്ചിരുന്ന തന്നെയാണ്. ഇവിടെ നിലയൊക്കെ നല്ല മിനുസമുണ്ട്. ഇവിടെ ഒന്ന് നോക്കിയാ മൊത്തം വ്യൂ കാണാം. ഇത് മൊഴിയും ചുരുൾമുടിയോ സാഗര. മനോജ് കെ ജയന്റെ അനന്തഭദ്രം ഓർമ്മ വരികയാണ്. ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം. കുത്തനെയുള്ള കോണിയാണ്. ഇത് ഇവിടെ നിന്നുള്ള കുളത്തിന്റെ അവിടേക്ക് പോകും. ഇങ്ങനത്തെ വഴിയുണ്ടല്ലേ. അനന്തം ഭദ്രം പറഞ്ഞ സിനിമ, അത് അതിൽ ഈ ഭാഗം കാണിക്കുന്നുണ്ട്. വടക്കം വീരഗാഥ, വാനപ്രസ്ഥം, നരസിംഹം. അതെയോ? അത് ശരി, ഞാൻ വരിക്കാശ്ശേരി മനയെന്നാ വിചാരിച്ചത്. ഭാഗമുണ്ടല്ലേ. അതെ, പടത്തിന്റെ പേരറിയോ? ഒന്ന് ഭവ്യ തുളസി, വേറെ ഈ നരസിംഹം തന്നെ അവര് പറയുമ്പോ നരസിംഹ എന്നുള്ളത്. അത് വീണ്ടും ഇവിടെ ഷൂട്ട് ചെയ്തു അല്ലേ. അത് ശരി, എന്തായാലും ഇതൊക്കെ കണ്ടു. ആ ഭാഗത്ത് ഞാനൊന്ന് പോയോ? നാരായണത്ത് ഭ്രാന്തൻ സീരിയൽ ഉണ്ടാവും. നാരായണത്ത് ഭ്രാന്തൻ പെടുന്നതാണോ? അത് ശരി. ഇവിടെ ഡിസംബർ 23-ാം തീയതി എല്ലാ വർഷവും ഇവിടെ ഉണ്ടാവാറുണ്ട് കഥകളി ഉണ്ടാവുമല്ലോ. ഗോപിയാശാനൊക്കെ ഇല്ലേ, ഗോപിയാശാനാണ് പ്രധാനമായിട്ട് വരിക. ഗോപിയാശാൻ ഇവിടുന്ന് പഠിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ആശാന്റെ പേരെന്താ? ഗോപിയാശാന്റെ ആശാന്റെ എനിക്കറിയില്ല. അല്ല, ഇവിടെ ഉള്ള ആളാണ്. ഇവിടെ എന്നാ
അദ്ദേഹം ഒരാള് ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഇദ്ദേഹം തന്നെ ഇവിടുന്ന് പഠിച്ച. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന പത്തായപ്പുരകളൊക്കെ എവിടെയായിരുന്നു? അവിടെ ആ നേരത്തെ പറഞ്ഞോട് പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഒന്ന് പറഞ്ഞു. ഈ തെങ്ങ് നിൽക്കുന്നില്ലേ, അവിടെയൊക്കെ പത്തായപ്പുരയായിരുന്നു. അപ്പൊ ആ പത്തായപ്പുരയില് ഒരു റൂമാണ് പോസ്റ്റ് ഓഫീസിന് കൊടുത്തത്. അത് ശരി. എന്നിട്ട് പിന്നെ ജനങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് അങ്ങോട്ട് മാറ്റിയതാണ്. ആന ഇപ്പൊ ഇറങ്ങുന്നത് ഏത് വഴിക്കാണ്? ഈ വഴി ആന ഇറങ്ങുന്ന വഴിയാണ്. അത് ആൾക്കാർക്ക് ഇരുന്ന് കാണാനാവൂലെ ആ സ്റ്റെപ്പ്? ആൾക്കാർക്ക് ഇരുന്ന് കാണാം. ഇവിടെ ഉള്ളവർ ഇവിടെ ഇരുന്ന് കാണും. പിന്നെ ഇവിടെ പന്തലൊക്കെ ഇടും. അപ്പൊ അവിടെ ഇരുന്ന് കാണാം. അങ്ങോട്ട് മുഖമായിട്ടാണ് ഇതിന്റെ. ആന ഇപ്പൊ ഇത്ര ഇങ്ങനെ കുത്തനുകളിൽ കൂടെ ഇറങ്ങുമോ? ചെരുപ്പിട്ട് വന്നു. ചെരുപ്പിട്ട് വരാം. ഇവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? ഇവിടെ ദിവസം 300 പേർക്ക് ഭക്ഷണം വെച്ചിരുന്ന സ്ഥലമുണ്ട്. ശരി. ഈ വീട് 300 പേർക്ക് ഭക്ഷണം വയ്ക്കും. അപ്പൊ ആ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കിയായിരുന്നു. ഒരു വലിയ ഊട്ടുവര ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. വലിയ ഊട്ടുവര. ഈ കിണറ്റിനുള്ള നല്ല നിറഞ്ഞിട്ടുണ്ട് വെള്ളം. പിന്നെ ഇതിൽ ആനയ്ക്കുള്ള വെള്ളവും ഇവിടുന്ന് തന്നെ കൊല്ലിയിരുന്നു. ആനയ്ക്കുള്ളതല്ല, അത് തിലാവ് ഉപയോഗിച്ചിട്ടാ കൊല്ലി. കൊട്ടയൊക്കെ എടുത്തിട്ട് അങ്ങനെയില്ലേ? അത് ശരി. മരാമത്ത് നടക്കുന്നുണ്ടല്ലേ? അപ്പൊ അവിടെ ഒരു കൂട്ടുകാരൻ നടന്നു പറഞ്ഞില്ലേ, അവിടെ ഭക്ഷണം വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കും ഭക്ഷണം. ഇതിലാ വെക്കല്ലേ? എന്നിട്ട് ഇവിടുന്ന് ആ അറ്റം വരെ താഴത്ത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമായിരുന്നു. ഇത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണല്ലോ. അവിടുന്നുള്ളവരൊക്കെ ഇതിന്റെ മീതെ 2 നില ഉണ്ടായിരുന്നു. അതിൽ താമസിക്കുകയും ചെയ്യും. ഇതൊക്കെ പൊളിച്ചു കളഞ്ഞു. അത് പൊളിച്ചു കളഞ്ഞു. അപ്പൊ ഇവിടെ ഇത് ഇങ്ങനെ വരുമ്പോ ഇവിടെ നടുമിറ്റായി മാറും. ആ കെട്ടിടവും ഈ കെട്ടിടവും ഇത് അങ്ങനെ നടുമിറ്റായിട്ട്. അങ്ങനെയാണ് 12 കെട്ട് എന്ന് പറഞ്ഞത്. 16 കെട്ട്. അല്ല അതൊക്കെ പൊളിച്ച് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തോണ്ട് പൊളിച്ചു കളഞ്ഞാൽ ഇത് ഇവിടുന്ന് പൊളിച്ചിട്ട് അവിടെ കൊണ്ട് കെട്ടി. അത് ശരി. ക്വാർട്ടേഴ്സ് വാടകയ്ക്ക് കൊടുക്കാൻ. തൃശ്ശൂർ അയ്യന്തോള് അല്ലേ? ഇപ്പോഴും അവിടെ പോയാൽ കാണാം. കൂടല്ലൂർ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് ശരി. അയ്യന്തോള് അല്ലേ? ഇവിടുന്ന് കൊണ്ടുപോയ മരാണ് കൂടല്ലൂർ ക്വാർട്ടേഴ്സ്. ഞങ്ങളായിരുന്നു അതിന്റെ ആൾക്കാരെ വാടകയ്ക്ക് കൊടുക്കായിരുന്നു. പിന്നെ അതൊക്കെ വിറ്റു. ഇതേ കോണി കറന്ന് ഈ 3 നില മീൻപൊളിക്ക് കയറാനേ. അപ്പൊ അവിടുന്ന് ഇറങ്ങിയിട്ട് സ്ത്രീകൾ വന്ന രാവിലെ മഴ നനയാതെ കുളിക്കാൻ പോവാം ആ വെള്ളത്തിലേക്ക്. അടുക്കള കിണറാണ്. അപ്പൊ ഇതായിരുന്നു 4ാമത്തെ മതി. ഇതാണ് 4ാമത്തെ. അങ്ങനെ ഉണ്ടല്ലേ? അതൊക്കെ തൂർത്തതാ. അത് ശരി. എന്നിട്ട് നിങ്ങള് ഈ പേര അതിന്റെ മുന്നിൽ തെറ്റിയാലേ അങ്ങനെയാണ് 16. അതെ. കപ്പലിയാണത്. അത് ശരി. അപ്പൊ അത് ഇതിനോട് ടച്ചായ മുമ്പ് ഇതിനോട് ടച്ചായിട്ടുണ്ടായിരുന്നേ. ടച്ചായി കഴിഞ്ഞാൽ തീ ഇതിലേക്ക് പിടിക്കില്ലേ? അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത. ഇത് സ്ത്രീകൾ കുളിക്കുന്ന കുളം. അത് ശരി. ഇത് 2ാമത്തെ കുളം. സ്ത്രീകൾ മാത്രമേ കുളിക്കുള്ളൂ അല്ലേ? അതിൽ പുരുഷന്മാർ മാത്രം കുളിക്കും. അങ്ങനെയാണ്. ഇതിനും പടവുണ്ട് തോന്നുന്നു അല്ലേ? അതിന്റെ ആ കുളത്തിന്റെ അത്ര വൃത്തിയില്ല. 4 ഈ കാട് ഇതിറങ്ങിട്ടേ. ഈ കുളത്തിൽ സ്ത്രീകൾ കുളിക്കൽ നിർത്തിയിട്ട് കുറെ കാലായി. കുളിക്കുക. അത് ശരി. 3ാമത്തെ കുളം. അതെ, 3ാമത്തെ കുളം. ഡ്രസ്സ് മാറില്ല. ഇപ്പൊ ഈ ഡ്രസ്സ് മാറുന്നത് ഞങ്ങൾ പോപ്പരേക്കില്ലേ? അപ്പൊ അതില് ഇതിലിരുന്നാണ്. എത്ര ഷീറ്റ് കൊള്ളും? അത് ശരി. കള്ളി ഇത്ര. ആദ്യത്തെ കള്ളി, 2ാമത്തെ കള്ളി. ഇദ്ദേഹത്തിന്റെ അച്ഛൻ നമ്മള് നാരായണ നമ്പൂതിരിപ്പാടിന്റെ ശവക്കല്ലറ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏത് ഭാഗത്താ? മുകളിൽ വന്ന് വണ്ടി നിർത്തുന്ന സ്ഥലത്തില്. വിശ്വാസം അല്ലാതെ അദ്ദേഹം നമ്പൂതിരി ഇതൊന്നും മാറിയിട്ടില്ല. ശരി. ക്രിസ്തുമതം വിശ്വസിച്ചിരുന്നു.
പക്ഷെ അതിന്റെ ആചാരങ്ങൾ മുഴുവനും എടുത്തിട്ടില്ല എന്നർത്ഥം. അല്ല, ഞാൻ മാതൃഭൂമിയിൽ ഒരു പ്രാവശ്യേ വായിച്ചു, അതുകൊണ്ട് ചോദിച്ചത്. അതങ്ങനെയാണ്. അതായത് ക്രിസ്തുവിലാണ് വിശ്വാസം. അപ്പോ നമ്മളെ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കലൊക്കെ അതൊന്നും അത്ര ഇഷ്ടമല്ല. അതാണ് അത്രേ ഉള്ളൂ. ഞാൻ പക്ഷെ അവർക്കും വിശ്വാസമല്ല. അത് ഇംഗ്ലണ്ടിലൊക്കെ അവിടുത്തെ ആ ഒരു ഇത് കൊണ്ടുവന്നായിരുന്നു. അതെ, അതാണ് അതിന്റെ പ്രധാനം. അതാണ് മറ്റുള്ള നിലനിർത്തൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശവകുടീരം ഈ മനക്കേ വെളുപ്പിൽ വേണം എന്ന് പറഞ്ഞപ്പോ ജീവിച്ചിരിക്കുന്ന അനിയന്മാരോ മക്കളോ അതിനെ എതിർത്തില്ലല്ലോ. എതിർത്തില്ല. അതാണ് പറഞ്ഞത്. അവർ പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാരാണ്. ഞാൻ പറയാം, അദ്ദേഹം എന്തോ പറഞ്ഞോട്ടെ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തോ ചെയ്തില്ലെന്ന് അദ്ദേഹം അറിയില്ല. ചെയ്യരുതെന്ന് പറഞ്ഞാൽ അദ്ദേഹം തടുക്കാനും പറ്റില്ല. പക്ഷെ എന്നാലും ഒരു കമ്മിറ്റ്മെന്റ്. അതെ, അപ്പൊ ഇവരത് ചെയ്യണം, മക്കളും മറ്റേ അനിയന്മാരെന്ന് വെച്ചാൽ അദ്ദേഹത്തിനോട് അത്രയും ബഹുമാനം ഉണ്ടാവും. ശരിയാണ്. മനസ്സിലെ രീതി ഒന്നും മാറ്റില്ല. അല്ല, അതൊരു മനുഷ്യനെ എതിര് വേണമെങ്കിൽ വിശ്വസിക്കാമല്ലോ. മനസ്സിലെ ഒരു സ്ത്രീ, ഒരു പുരുഷനെ ഒരു മനക്കിലെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അദ്ദേഹം പാടില്ല, ക്രിസ്ത്യനെ കഴിക്കണം എന്നും പറയില്ല. അദ്ദേഹത്തിന്റെ മക്കളോട് തന്നെ പറഞ്ഞെന്താ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കല്യാണം കഴിച്ചു. പുരോഗമനം. അതെ, വളരെ പുരോഗമന ചിന്തയുള്ള. അല്ലെ, എനിക്കത് അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോഴൊക്കെ മനസ്സിലായി. അപ്പൊ അവർക്ക് കുറച്ചുകൂടി പുരോഗമനമായിട്ടുള്ള ഒരു യാഥാസ്ഥിതിക ചിന്തയിൽ വിട്ട് ചിന്തിക്കാനുള്ളത് അവിടെയാണ് തോന്നുന്നു അല്ലേ? ശവക്കല്ലറ അവിടുന്ന് എടുക്കാം. ഞാൻ പോകുമ്പോ എടുക്കാം. നാരായണേട്ടനോട് മനയോടൊക്കെ തൽക്കാലത്തേക്ക് വിട പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം. ഇങ്ങനെ സാറിനോട് കൂടി ഒന്ന് പറഞ്ഞിട്ട് വരാം കേട്ടോ. ഇതാണ് ശ്രീ ബ്രഹ്മദത്തൻ നമ്പൂതിരി. അദ്ദേഹം മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു. ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഈ മനയെ കുറിച്ചിട്ട് എനിക്കൊന്ന് ബ്രീഫായിട്ടൊന്ന് പറയാം. ചരിത്രപരമായിട്ട് പറഞ്ഞു വരുന്നത് ഏതാണ്ട് ഒരു 500 വർഷത്തിലധികം പഴക്കമുണ്ട്. ഇതിൽ ആദ്യത്തെ റെഫറൻസ് കൊടുത്തിരിക്കുന്ന ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രത്തില് 1555 AD 1555 AD ഇവിടെ ഒരു സംസ്കൃതത്തിന്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒരു നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞിട്ട് ഒരാള്, കുഞ്ചുണ്ണി നമ്പൂതിരിപ്പാട്, നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിന്റെ ഒരു സംസ്കൃത ശ്ലോകത്തിനെ റെഫർ ചെയ്തിട്ട് അവരവിടെ ഉണ്ടായിരുന്നെന്നും അദ്ദേഹത്തിന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ അദ്ദേഹത്തിനെ അന്ന് വലിയ സംസ്കൃത ഒരു ഗുരുകുലായിട്ട് അന്ന് തന്നെ ഉണ്ട്. അപ്പൊ അത്ര പഴക്കമുണ്ട്, അറ്റ്ലീസ്റ്റ് ദ മെയിൻ സ്ട്രക്ചർ. പിന്നൊക്കെ അവിടെ ഇത്രയും കുറേശ്ശൊക്കെ ആഡ് ചെയ്ത് കാണില്ല എന്ന് പറയുന്നില്ല. പറയപ്പെടുന്നത് അപ്പൊ ആ കാലം മുതൽക്ക് ഒരു 1925 വരെ ഇവിടെ സംസ്കൃതം പഠിപ്പിച്ചിരുന്നു. 24 or 26 ജനറേഷൻസ് ആയിട്ട് സംസ്കൃത പണ്ഡിതന്നെ ഉണ്ടായി. എല്ലാവരും പഠിക്കുന്നില്ല, പക്ഷെ അതിൽ 1 or 2 ഭയങ്കര പ്രതിഭകളായിട്ടുണ്ട്. ചില ജനറേഷൻസിൽ അത്ര ഉണ്ടായിരിക്കില്ല. എൻ്റെ ഗ്രാൻഡ് ഫാദറുടെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ അന്ന് മുതൽക്ക് തന്നെ ജനറേഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കാരണം ബ്രാഹ്മിൻസിന്റെ ഇടയിൽ പാട്രിലീനിയൽ സിസ്റ്റം ആണ്. അപ്പോ അച്ഛൻ മകൻ അച്ഛൻ മകൻ അച്ഛൻ മകൻ അങ്ങനെ പോകും. അപ്പൊ അതിൽ സാധാരണ ഇപ്പൊ പറയുന്നത് എൻ്റെ പേര് ബ്രഹ്മദത്തിലാണ്, എൻ്റെ അച്ഛൻ്റെ പേര് നാരായണനാണ്, എൻ്റെ മുത്തച്ഛൻ്റെ പേര് ബ്രഹ്മദത്തിലാണ്, അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ പേര് നാരായണനാണ്, എൻ്റെ മകന്റെ പേര് നാരായണനാണ്. അപ്പൊ ഇങ്ങനെ ബ്രഹ്മദത്തിൽ നാരായണൻ ബ്രഹ്മദത്തിൽ നാരായണൻ അങ്ങനെ പോയിട്ട് അനവധി ജനറേഷൻസ് ആയി, ഒന്നും ബ്രേക്ക് ചെയ്യാതെ പോയിട്ട് 1926 എൻ്റെ ഗ്രാൻഡ് ഫാദറുടെ അച്ഛൻ മരിച്ചത്. അതിന് ശേഷം ഇവിടെ വലിയ വിദ്യാഭ്യാസം, സംസ്കൃതത്തിന്റെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല. ആ മുത്തച്ഛന്റെ ജനറേഷൻ കുറച്ചൊക്കെ പഠിച്ചിട്ട് കോളേജിൽ പഠിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും വലിയൊരു എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറയാൻ തുടങ്ങുന്നൊന്നും ഉണ്ടായിട്ടില്ല.
അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ, അദ്ദേഹം 1921 ജനിച്ചത്. അദ്ദേഹമാണ് പിന്നത്തെ ജനറേഷനിലെ എൽഡസ്റ്റ് ആയിരുന്നത്. ഡോക്ടറായിരുന്നു, ന്യൂറോ സർജൻ ആയിരുന്നു. അദ്ദേഹമാണ് പിന്നെ എഡ്യൂക്കേഷൻ വീണ്ടും തുടങ്ങിയത്. അത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനായിട്ട് മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം കോഴിക്കോട്ടെ മദ്രാസ് മെഡിക്കൽ കോളേജിലും ഇംഗ്ലണ്ടിലൊക്കെയാണ് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സും ലോയേഴ്സ്, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ഫിസിസിസ്റ്റ്, അങ്ങനെയൊക്കെ നല്ല പഠിച്ച് ആ ഒരു എൻകറേജ്മെന്റും അദ്ദേഹത്തിന്റെ സൂപ്പർവിഷനിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയേണ്ടത്, അദ്ദേഹം എൻകറേജ് ചെയ്തിട്ട് അങ്ങനെ നല്ല ഒരു വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിട്ട് മാറിപ്പോയി. അപ്പോൾ അത് അച്ഛൻ 1995 മരിക്കുന്നതിന് മുമ്പ് എന്നോട് ഈ കഥകളൊക്കെ, ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് വലിയൊരു മോഹമുള്ളത് അത് ഇനിയും കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പേരിൽ തന്നത്. ഇനി ഞങ്ങൾ 4 പേരാണ്. ഞാനാണ് മൂത്തത്. എനിക്കൊരു സിസ്റ്ററുണ്ട്, പിന്നെ 2 ബ്രദേഴ്സും ഉണ്ട്. അവരൊന്നും ഇവിടെ ഇല്ല. ഞാനും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും വരും. എന്നിട്ട് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, അതൊന്ന് സൂപ്പർവൈസ് ചെയ്തിട്ട് പോകും. 2 വർഷം മുമ്പ് ഞാൻ റിട്ടയർ ചെയ്തു. അപ്പോൾ ഞാനും വൈഫും കൂടി ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ എത്തിയത്. അതെ, സ്റ്റോറി സോ ഫാർ. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെയാണ്. അതുകൊണ്ട് എനിക്ക് നല്ല സെന്റിമെന്റൽ അറ്റാച്ച്മെന്റും ഉണ്ട്, നല്ല സുഖമാണ്. വൈഫ് അത്ര ഇങ്ങനൊരു ജോയിന്റ് ഫാമിലിയിലൊന്നും, ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ വരുന്നുണ്ടെന്ന് വിചാരിച്ചു അദ്ദേഹം വന്നു. പക്ഷെ ഇപ്പൊക്കെ അഡ്ജസ്റ്റഡ് ആയി. റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും എന്തായാലും ഈ മലയൊക്കെ നന്നായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കൊണ്ട് മല മുൻകൈ എടുത്തിട്ട് സ്കൂളുകളോ വേറെ അങ്ങനെ ഒന്നും അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഈ സംസ്കൃത വിദ്യാഭ്യാസം ഗുരുകുലം ഇവിടെ സെന്റർ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന ആൾക്കാർ വന്ന് പഠിക്കും. അവർക്ക് ഫ്രീ ലോഡ്ജിങ് ആൻഡ് ബോർഡിങ് ആൻഡ് ലോഡ്ജിങ് കൊടുക്കും. അതാണ്ട് ഫീസൊന്നും മേടിക്കില്ല. അപ്പൊ അതുകൊണ്ടൊരു സ്കൂൾ എഡ്യൂക്കേഷൻ ഒന്ന് മാത്രമുണ്ട്. ഞങ്ങളുടെ അടുത്ത് ചാത്തന്നൂർ, ഇവിടുന്ന് 2 കിലോമീറ്റർ അകലെ ചാത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അത് തുടങ്ങാൻ കാരണം ഇവിടുന്നും പിന്നെ കാടുമന, ഒഴുകിൽമന, അങ്ങനെ കുറച്ച് മനകള്, അവരാണ് അവിടുത്തെ സ്ഥലം കൊടുത്തിരിക്കുന്നത് ഒഴുകിൽമന എന്നാണ്, കക്കാടുമന എന്നാണ്. കുറെ ഏക്കറുകള്. പിന്നെ അതിനുവേണ്ട ധനത്തിന്റെ ശേഖരാർത്ഥം എൻ്റെ മുത്തശ്ശൻ അതിൽ വളരെയധികം ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഇവിടെ ഒരു സ്കൂൾ വേണം. ഒരു 75th ആനിവേഴ്സറി ആയിരുന്നു അതിന്റെ 1 മാസം മുമ്പ്. അപ്പോ അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നല്ലാതെ വേറെ ഒന്നും കാര്യമില്ല. അത് എൻ്റെ അച്ഛൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ട് 1951 മുതൽക്ക് 56 വരെ ഇതല്ലേ ഞങ്ങളുടെ ഇവിടെ ക്യാമ്പസിൽ തന്നെ ഒരു കോർണറിൽ ഒരു ക്ലിനിക്ക് വെച്ചിരുന്നു. അത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. കാരണം അന്ന് ഇവിടെ അടുത്തൊന്നും ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ ഡോക്ടർ കൃഷ്ണയ്യർ ഉണ്ടായിരുന്നു, പിന്നെ പൊന്നാനി ഡോക്ടർ അച്യുതമേനോൻ ഉണ്ടായിരുന്നു. ബൈ ദ വേ, അച്യുതമേനന്റെ ഒരു മകളെയാണ് ഈ ശ്രീധരൻ മേനോൻ കല്യാണം കഴിച്ചത്. അപ്പോ അച്യുതമേനായിരുന്നു ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ അച്ഛൻ ഇവിടെ ഇല്ലാത്ത സമയത്ത്. പക്ഷെ അച്ഛൻ ക്ലിനിക്ക് നടക്കുന്ന സമയത്ത് വളരെ ആൾക്കാർക്ക്, നാട്ടുകാർക്കൊക്കെ വളരെയധികം. അദ്ദേഹം തൃത്താല ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടായിരുന്നു, അതിലേക്ക് ഓണററി ഡോക്ടർ കൂടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആരും, എൻ്റെ ഒരു അങ്കിള് ഡോക്ടറുണ്ട്, ഒരു കസിൻ ഡോക്ടറുണ്ട്. പക്ഷെ അവരാരും ഇവിടെ ഇല്ല. ഇപ്പോ ഞങ്ങൾ ആരും പോയിട്ടില്ല. അങ്ങനെയൊക്കെയാണ് എന്റെ ഹിസ്റ്ററി. അതെ, എത്ര കാലം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഫ്യൂച്ചർ എന്താണെന്നും അറിയില്ല. അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകിയ ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്ന ഒരു പൈതൃക കാലത്തിൻ്റെ സ്മാരകമായ ഈ മനയോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവായ പ്രശസ്ത ന്യൂറോ സർജൻ ഡോക്ടർ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെയാണ്. നേരത്തെ നാരായണേട്ടൻ പറഞ്ഞ ആ പോസ്റ്റ് ഓഫീസ് കാണുന്നതാണ്. ഇതാണ് നാരായണൻ നമ്പൂതിരി
ശ്രീ നാരായണ നമ്പൂതിരി, അതായത് പ്രശസ്ത നാരായണ നമ്പൂതിരിയുടെ ശവകുടീരം അല്ലെങ്കിൽ ആണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്നത് ഇവിടെയാണ്. ഇത് കണ്ടോ, പ്രത്യേകതയുണ്ട്. ക്രൈസ്തവ ആചാരപ്രകാരമാണ് അദ്ദേഹത്തിനെ അടക്കിയിരിക്കുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. സങ്കീർത്തനം 23:1. അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നതാണ്. അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിവിടെ. അപ്പോ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.